ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ഫൈസൽ സാറാണ്. മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞ് അതിന്റെ പേപ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പേപ്പറുകൾ കിട്ടി ഒരുപാട് പേർക്ക് പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ പാരന്റ്സ് മീറ്റിംഗ് കഴിയുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ എങ്ങനെ പഠിക്കും? കാരണം നിങ്ങളോട് ഇപ്പോഴാണ് പല ആളുകളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ 9ാം ക്ലാസ് ജീവിതം ഇവിടെ കഴിഞ്ഞു, അടുത്ത കൊല്ലം നിങ്ങൾ 10ലേക്ക് പോകുക, 10ാം ക്ലാസ് എന്ന് പറയുന്ന സമയം കൊണ്ട് തുടങ്ങും. 10ാം ക്ലാസ് ആണെങ്കിലോ A+ നിർബന്ധമായിട്ട് വാങ്ങേണ്ടതാണ്, സിലബസുകളിൽ മാറ്റം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറയുന്നുണ്ടാവും. പാരന്റ്സ് മീറ്റിംഗിൽ മറ്റെല്ലാം തന്നെ ഈ കാര്യങ്ങൾ തന്നെയല്ലേ സംസാരിച്ചേ. ഇപ്പൊ എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താ അറിയോ? സാറേ, ഇനി ഞങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട് സാർ, ഞങ്ങൾ ഇനി എങ്ങനെയാ പഠിക്കേണ്ടത്? ആ പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ എങ്കിലും സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഒരുപാട് മക്കൾ എന്നോട് ചോദിക്കേണ്ടായി. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഞാൻ പറയുന്നത്. മക്കളെ, 9th കഴിയുന്നതോടുകൂടെ 9th റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് 10th ഒരു വിധം എല്ലാ സ്കൂളുകളും ബാച്ച് സ്പ്ലിറ്റ് ചെയ്യും. A+ ബാച്ച്, ആവറേജ് ബാച്ച്, ബിലോ ആവറേജ് ബാച്ച്, മീഡിയം ബാച്ച്, അങ്ങനെ പല പേരുകളിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അവരെ സ്പ്ലിറ്റ് ചെയ്യും. അതിൽ നമ്മൾ ചെന്നെത്തേണ്ടത് A+ ബാച്ചുകളിലേക്ക് ചെന്നയായിരിക്കണം. അങ്ങനെ A+ ബാച്ചുകളിലേക്ക് തന്നെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ റിസൾട്ട് വന്നില്ലടാ, ഈ റിസൾട്ടിന്റെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിനെയും ഏതാണെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാം. അതിന് ശരിക്കും കാറ്റഗറൈസ് ചെയ്യാന്ന് പറയാം. അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പൊ 10 സബ്ജക്റ്റുകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ അവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പൊ സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം ഞാൻ എന്റെ സബ്ജക്റ്റിന് പറയാം. സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, മാത്സ് വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ കെമിസ്ട്രി വരുന്നുണ്ട്, ദെൻ ഫിസിക്സ് വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ബയോളജി വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇപ്പൊ ചെയ്യുന്നു. ഹിന്ദി നമുക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 10 സബ്ജക്റ്റുകളിൽ നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം നമ്മളൊന്ന് ആലോചിക്കാം, ഇതിൽ എനിക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണ്? ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ സബ്ജക്റ്റ് ആണ് ടഫ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾക്ക് പഠിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണ്? ചില ആളുകൾക്ക് അത് മാത്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് അത് കെമിസ്ട്രി ആയിരിക്കാം, ചില ആളുകൾക്ക് അത് ഫിസിക്സ് ആയിരിക്കാം, ചില ആളുകൾക്ക് സോഷ്യൽ ആയിരിക്കാം. അത് ഓരോരുത്തർക്കും ഡിപ്പെൻഡന്റ് ആയിരിക്കും. സോ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ആദ്യം ഏറ്റവും ടഫായിട്ട് വരുന്ന സബ്ജക്റ്റ് ഏതാണ്? ഉദാഹരണത്തിന് ഇപ്പൊ മാത്സ് ആണ് ചോദിക്കാം. നിങ്ങൾ മാത്സിന് 1 എന്നിട്ട് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആലോചിക്കുന്നു ഇനി അടുത്തത് ഏതാണ്? ഇത് കഴിഞ്ഞാൽ നമ്മൾ മാത്സ് കഴിഞ്ഞാൽ പിന്നെ ടഫായിട്ടുള്ള എനിക്ക് ഏതാണ് എന്ന് വെച്ചാൽ, മാത്സ് നമ്മൾ ഓക്കെ ആണ്, നമ്മൾ പഠിക്കാൻ റെഡി ആണെന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, സോഷ്യൽ ആയിരിക്കും, അതിന് 2 എന്ന് കൊടുക്കുന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ നമ്പറുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ 10 സബ്ജക്റ്റ് ആണെങ്കിൽ 10 എന്ന് നമ്മൾ കൊടുക്കുന്ന നമ്പറുള്ള നമ്മൾ എന്തായിരിക്കും, ആ സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാൻ ഒന്നുകൂടെ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് അതായിരിക്കും. ഇനിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ട്രാക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്പേഴ്സുകൾ കൊടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച ശേഷം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പഠിക്കാൻ രാവിലെ ഇരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്, മോർണിംഗിൽ ഇരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈവനിങ്ങിൽ അല്ലെങ്കിൽ നൈറ്റിൽ ഇരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഈ 2 കാറ്റഗറി ഓഫ് മക്കളാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ രാവിലെ ഇരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ രാവിലെ ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു 4 മണി ഇല്ല, നിങ്ങൾ 9ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു 5 മണിക്ക് എന്ത് ചെയ്യുന്നു, എണീക്കുന്നു. എന്നിട്ട് ഒരു ഏകദേശം ഒരു 6:30 അല്ലെങ്കിൽ 7 മണി വരെ മദ്രസ മറ്റു പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു 7 മണി വരെ ഒരു 6:30 വരെയൊക്കെ പഠിക്കുന്ന ഒരു വിഭാഗം മക്കൾ ഉണ്ടായിരിക്കും. വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം എന്ത് ചെയ്യുന്നു, ചില ആളുകൾ 5 മണിക്ക് ഇരിക്കും, ചില ആളുകൾ 6 മണിക്ക് ഇരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും ഇരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് എന്തെയും ഇരുന്നിട്ട് ഏകദേശം ഒരു 10 മണി വരെ ആയിരിക്കും മക്കൾ പല ആളുകളും ഇരിക്കുന്നുണ്ടായിരിക്കാം. ഇതിനിടയിൽ തന്നെ മക്കൾ ചെയ്യുന്ന പരിപാടി എന്താ? നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ആദ്യം ചെയ്യുന്ന പരിപാടി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ മോർണിംഗിന്റെ കാര്യം അവിടെ കിടക്കട്ടെ, മോർണിംഗിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഈവനിങ്ങിന്റെ കാര്യം വരാം. ഈവനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ആദ്യം തന്നെ ഹോംവർക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. കാരണം ഹോംവർക്ക് എന്ന് പറയുന്നത് എഴുതി വന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചീത്ത പറയും. നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ദേഷ്യം നമ്മൾ ചീത്ത കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ആദ്യം തന്നെ ഹോംവർക്ക് ചെയ്യും. ഒരു 7 മണി മുതൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 8:30 9 മണി വരെ നമ്മൾ ഹോംവർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. ആ ടയേർഡിന് ശേഷം 9 മണി മുതൽ 10 മണി വരെ നമ്മൾ പഠിക്കുക ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക.
സോ അതുകൊണ്ട് അത് ചെയ്യാൻ നിൽക്കരുത്. പകരം ഈവനിങ്ങിനെ നമ്മൾ ആദ്യം സ്ട്രക്ചറൈസ് ചെയ്യുന്നു. ഈവനിങ്ങിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് മക്കളെ? ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹോംവർക്ക് അല്ല. ആദ്യം നമ്മൾ ഏറ്റവും ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത്. ആ സബ്ജക്റ്റ് എന്തായാലും കുറച്ച് സമയം പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ടഫായിട്ടുള്ള കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഒന്നാമത് ഏറ്റവും ഈസി ആയിട്ടുള്ള, അല്ലെ അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് കഴിഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് കഴിഞ്ഞു. അതെന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു 2 സബ്ജക്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുക്കാം. ചെറിയൊരു റെസ്റ്റ്, ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സിന്റെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നു? ഇവിടുന്നുള്ള രണ്ടാമത്തെ അടുത്ത സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ അടുത്ത സബ്ജക്റ്റ് വീണ്ടും എടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ഒരു 7 മണി മുതൽ 9 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഇനിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യണം. 9 മണിയുടെ ശേഷം നിങ്ങൾ ഹോംവർക്ക് ചെയ്തു, അതിന്റെ ഗുണം എന്താണോ? നിങ്ങൾ എന്തായാലും 10 മണി 10:30 വരെ നിങ്ങൾ പഠിച്ചോളുക. കാരണം ഹോംവർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് നാളെ സ്കൂളിലേക്ക് ചെല്ലാൻ പറ്റൂല. അത് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഇനി എത്ര ലേറ്റ് ആയാലും, എത്ര മടുപ്പ് ഫീൽ ചെയ്താലും, എത്ര ക്ഷീണം ഫീൽ ചെയ്താലും നിങ്ങൾ അവിടെ ചെയ്തോളും, നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്തോളും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് നമുക്ക് സമയം കിട്ടി. ഇന്നൊരു ടഫായ സബ്ജക്റ്റ്, ഇന്ന് 10 എന്ന് പറഞ്ഞ നമ്പർ എടുത്തെങ്കിൽ നാളെ 9 എന്ന് പറഞ്ഞ നമ്പർ എടുക്കേണ്ടത്, മറ്റന്നാളെ 8 എന്ന് പറഞ്ഞ നമ്പർ എടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇൻട്രസ്റ്റിംഗിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ 2 എന്ന് പറഞ്ഞ നമ്പറാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മളൊരു ഓർഡറിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ മുമ്പിൽ ഒരു 6-7 ദിവസത്തിനുണ്ട്. ഒരു 6 ദിവസം കൊണ്ട് നമ്മുടെ 10 സബ്ജക്റ്റുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാനുള്ള സമയം കിട്ടും. അതിന് പഠിക്കുന്ന സമയത്ത് ഓർമ്മയിലുണ്ടായിരിക്കണം, ഇനി ഞാൻ ആ വിഷയം പഠിക്കില്ല, ഇനി ഞാൻ ആ ചാപ്റ്റർ പഠിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കുകൾ റെഫർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമ്മൾ രാവിലെ പഠിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു രാവിലെ എണീക്കുന്ന മക്കളുണ്ടായിരിക്കും. ഈ രാവിലെ പഠിക്കുന്ന മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ച ശേഷം ഒന്നും കൂടെ ടഫായിട്ട് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ മാത്സ് പോലെയുള്ള, ഫിസിക്സ് പോലെയുള്ള, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഫോക്കസ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാനേ പാടില്ല. പകരം കുറേ ആളുകൾ ഇവിടേക്കാണ് ഹോംവർക്ക് ചെയ്യാറുള്ളത്. ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് ഒരിക്കലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഹോംവർക്ക് ചെയ്യാൻ നിൽക്കരുത്. കൃത്യമായിട്ട് ഈ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്തുകൊണ്ട്, ഈ ഒരു സ്ട്രക്ചർ ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. ഐ ആം ഡാം ഷുവർ നിങ്ങൾക്ക് 9th ഈ പ്രാവശ്യം കൺഫേം ആയിട്ട് A+ കിട്ടും. ഈ ഒരു സ്ട്രക്ചറിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ ഒരു സ്ട്രക്ചറും ഏകദേശം ആയില്ലേ, പഠിക്കാനുള്ള ഒരു ഐഡിയ ആയില്ലേ? അപ്പൊ എന്ന് പഠിക്കാൻ തുടങ്ങും? നാളെ മുതൽ എന്നല്ല, ഇന്ന് രാത്രി ഈ ഒരു വീഡിയോ കണ്ട ഇന്ന് രാത്രി മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നു. പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് താഴെ ഐ എം റെഡി സർ ഒന്ന് കമന്റ് ഇട്ടടാ.